ഗായ്സ്, ഇതാട്ടോ അഞ്ചുപുര ക്ഷേത്രം. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, നമ്മുടെ പറക്കുനളിക സിനിമയൊക്കെ ഷൂട്ട് ചെയ്തൊരു അമ്പലം കൂടിയാട്ടോ ഇന്ന്. അപ്പോൾ ഇന്നവിടെ ഒരു മഹോത്സവമായിരുന്നു. ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേ മാത്രമേ പോകാൻ പറ്റുള്ളൂ. എല്ലാ തവണ 2 തവണയായിട്ട് പോവുകയാണെങ്കിലും ഈ തവണ നമുക്ക് അങ്ങനെ പോകാനായിട്ടൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ മഹോത്സവത്തിന് പോയപ്പോഴത്തേനും നല്ല ആളും തിരക്കൊക്കെ ആയിരുന്നു. ഇത് പുറത്തുനിന്നുള്ള അമ്പലത്തിൻ്റെ വ്യൂ ആട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും നന്നായിട്ട് നേരിട്ട് കാണുമ്പോഴുള്ളൊരു ഭംഗി അത് ആസ്വദിച്ച് തന്നെ അറിയണം കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ പോകുന്നത് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ടാണോ, എന്ത് കിട്ടുമെന്നല്ലേ, ഫുഡ് കിട്ടുമെന്ന്. കാരണം അവിടെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ അന്നദാനമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയപ്പോഴത്തേനും കുറച്ച് നേരത്തെ പോയുണ്ട്, വീട്ടിൽ ഫുഡൊന്നും ആക്കിയിട്ടുണ്ടായില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പം നല്ല ക്യൂ ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ തിക്കും തിരക്കിൽ എങ്ങനെയൊക്കെ അകത്ത് കയറി ഫുഡ് കഴിച്ചു. അതെനിക്ക് വയറ് നിറയാഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്ത് വന്നിട്ട് കുറച്ച് ബജിക്ക് ഒന്നും കൂടി കയറ്റി. പിന്നെ മോക്ക് ഇപ്പോൾ ഒരു കണ്ണട മേടിക്കാനായിട്ട് പോയാട്ടോ. ആളിപ്പോൾ ആരുടെ കണ്ണട കണ്ടാലും പിടിച്ചു പറിക്കലാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഒരെണ്ണം മേടിച്ചു കൊടുക്കുവാണെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് ഇരുന്ന് വലിച്ചോളുമല്ലോ. അങ്ങനെ ഞങ്ങൾ 2 കണ്ണടയൊക്കെ വെച്ച് നോക്കി. അവൾക്ക് പ്രത്യേകിച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമുക്ക് റൗണ്ട് ഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ റൗണ്ട് ഗ്ലാസ് ഒക്കെ എടുത്ത് പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് എന്തെങ്കിലും മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല, കാരണം ഓൾറെഡി എൻ്റെ അടുത്ത് കമ്മലും മാല അതും ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എങ്ങും പോകാനായിട്ടൊന്നും ഇല്ലല്ലോ, അപ്പം അതുകൊണ്ടൊന്നും മേടിച്ചില്ല. പിന്നെ ഏട്ടനെ കുഞ്ഞു കാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ക്യാമറ എൻ്റെ കണ്ണിൽ പെട്ട കേട്ടോ. ക്യാമറ ഇപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു, റെയിൻബോ തീമിലൊക്കെ ആയിട്ട്. അപ്പോൾ അവൾക്കൊരു ക്യാമറയും കൂടി മേടിക്കാമെന്ന് ചോദിച്ചാൽ അതൊക്കെ മേടിച്ചു. പിന്നെ ഏട്ടൻ ഇങ്ങനെ മിനിയേച്ചർ കാറിനോടൊക്കെ കമ്പം ആയതുകൊണ്ട് 2 തവണയൊക്കെ എടുത്ത് നോക്കി, പക്ഷെ ഒന്നും മേടിച്ചൊന്നുമില്ല. നല്ല റേറ്റൊക്കെ എടുക്കും അമ്പലത്തിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് ഫുള്ള് ഇരുട്ടും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം ആൾക്കാരൊക്കെ പോകാനൊക്കെ തുടങ്ങി. അവിടെ ഇറങ്ങാൻ സമയത്തായിരുന്നു ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നാടകമൊക്കെ തുടങ്ങി. അപ്പം ഇനി അടുത്ത ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.